ഹലോ ഗൈസ്, എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയ പ്രൊമോ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോഴത്തേ നോക്കൂ, നമ്മളുടെ ശ്രുതിയുടെയും സുധിയുടെയും ഫസ്റ്റ് നൈറ്റിൻ്റെ ആ ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം എന്തായാലും ശ്രുതി നല്ല രീതിയിലാണ് ഒരുങ്ങി നിൽക്കുന്നത്, നല്ല സുന്ദരിയായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ചന്ദ്രമതി ആണെങ്കിലോ ഭയങ്കരമായിട്ട് പൊങ്ങി നിൽക്കുക, തൻ്റെ സ്വന്തം മരുമകളെ ഭയങ്കര രീതിയിൽ പൊക്കി വെച്ചേക്കുമല്ലേ. ആ സമയത്ത് നമ്മുടെ രേവതിയെ ചന്ദ്രമതി വല്ലാണ്ട് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, ഈ വീട്ടിൽ ചന്ദ്രമതി നീ ഒന്നും മറക്കരുത്, ഈ വീട്ടിൽ ആദ്യം വന്ന മരുമകളെ രേവതിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അയ്യോ ആദ്യം വന്ന് കയറി ഇവിടെ മുടിഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരം പല്ലവികൾ പലതും ചന്ദ്രമതി നമ്മുടെ രേവതിയെ പറയുന്നുണ്ട്. അപ്പം കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം വരും കേട്ടോ ഗൈസ്. എന്തൊക്കെയോ വല്ലാത്ത എപ്പോഴും ഒരേപോലെ തന്നെ എന്താ പറയുക, ഇൻസൾട്ട് ചെയ്യുന്ന രീതി വല്ലാത്ത സംസാരമാണ് ചന്ദ്രമതിയുടെ രേവതിയോട്. പിന്നെ നമ്മുടെ മരുമകളോട് പോയിട്ട് ഭയങ്കര സ്നേഹത്തോടെ പറയുന്നുണ്ട്, അടുത്ത വർഷം ഇതേസമയം ഒരു കുഞ്ഞ് ഒക്കെ വേണമെന്നൊക്കെ ശ്രുതിയോട് പറയുന്നുണ്ട് ഭയങ്കര സന്തോഷത്തോടെ. മനക്കോട്ടേക്ക് ഒരുപാട് കെട്ടിവെച്ചേക്കുവാണ് നമ്മുടെ ചന്ദ്രമതി. അതിനുശേഷം നമ്മുടെ സച്ചിയാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് അവൾ ഇവിടുന്ന് ഇറങ്ങി ഓടും, അവൻ്റെ അടുത്തോട്ടല്ലേ ചെല്ലുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ട് ഗൈസ്. അതിനുശേഷം നമ്മുടെ ശ്രുതിയാണെങ്കിൽ നമ്മുടെ സച്ചി വലിയ സ്നേഹമോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഭാര്യ ഭർത്തൃബന്ധം ആ ഒരു ഇത് കാണിക്കാത്തതും കൊണ്ട് ഒരു വിഷമമുണ്ട് നമ്മുടെ രേവതിക്ക്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്ത് വന്നാലും അതെൻ്റെ ഭർത്താവാണ്, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതായത് നമ്മുടെ സച്ചിയെ ഭയങ്കര ഇഷ്ടമാണ് രേവതിക്കെന്ന് രേവതി കരഞ്ഞുകൊണ്ട് അച്ഛമ്മയോട് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ വെറുക്കത്തില്ല എന്നുള്ള രീതിയിലെല്ലാം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വട്ടം കാണാം. അതുവരെ ബൈ.